2024 ജനുവരി മാസം നടന്ന +2 മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ പരീക്ഷയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാബ് 18 ഫങ്ഷൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ആൻഡ് സേ വെദർ ഇറ്റ് ഈസ് 1:1 ഓർ ഓൺ ടു. റൈറ്റ് ദി റീസൺ. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ ഓരോ ഫംഗ്ഷൻ്റെയും ഗ്രാഫ് വരച്ച് അത് 1:1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുള്ള റീസണും എഴുതണം. നോക്കുക, എഫ് ഫ്രം ആർ ടു ആർ എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആറാണ്. അതുപോലെ കോഡൊമൈനും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാം. ജിയോജിബ്ര വിൻഡോയുടെ ഇൻപുട്ട് ബാറിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്യുമ്പോൾ f(x) എന്നുള്ള പാർട്ട് നമുക്ക് ഒഴിവാക്കാം. 2x³ - 4x + 2 എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. 2x³ - 4x + 2. എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ f(x) എന്ന പേര് നോക്കുക. ഓൾജിബ്രയിൽ f(x) എന്ന പേരിലാണ് വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഡിഫോൾട്ടായിട്ട് ആ പേര് കൊടുത്തോളൂ. ഇതാണ് ഗ്രാഫ്. ഇത് 1:1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1:1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈൻസ് നോക്കുക. എക്സ് ആക്സിന് പാരലായിട്ടുള്ള ഏതെങ്കിലും ലൈൻ ഈ ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1:1 ആയിരിക്കില്ല. ഉദാഹരണമായിട്ട് ഇവിടെ 2-ൽ കൂടി കടന്നു പോകുന്ന ഈ ലൈൻ നോക്കുക. ഇത് ഗ്രാഫിനെ 3 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ 3 പോയിന്റിലെയും y കോർഡിനേറ്റ് ഇതിന് നേരെയുള്ള y ആക്സിലെ വാല്യൂ ആയ 2 ആയിരിക്കും. അതേസമയം എക്സ് കോർഡിനേറ്റ്സ് ഡിഫറൻ്റ് ആണ്. നോക്കുക, ഇവിടെ എക്സ് കോർഡിനേറ്റ് ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും. ഇതിന് നേരെ വരുന്ന ഒരു നെഗറ്റീവ് സംഖ്യ. ഇവിടെയോ, ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇവിടെ 2-ൽ കൂടിയാണ് കടന്നു പോകുന്നത്. y ആക്സിലെ 2-ൽ കൂടി. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അതായത് 3 ഡിഫറൻറ്റ് എക്സ് കോർഡിനേറ്റ്സ് ആയിരിക്കും. പക്ഷേ y കോർഡിനേറ്റ്സ് 3 2 ആയിരിക്കും. അതായത് കോഡൊമൈനിലെ 2 എന്ന നമ്പറിന് 3 പ്രീ ഇമേജുകൾ വരും. 3 വ്യത്യസ്തമായ പ്രീ ഇമേജുകൾ. അപ്പോൾ അത് 1:1 ആവില്ല. അപ്പോൾ നമുക്ക് തീരുമാനത്തിലെത്താം. f(x) is not 1:1 since the number 2 in the codomain has more than 1 pre-image. അപ്പോൾ ഇത്ര എഴുതുക. f(x) is not 1:1 since the number 2 in the codomain has more than 1 pre-image. ഇനി അടുത്തതായിട്ട് ഇത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ റേഞ്ച് എടുക്കണം. റേഞ്ച് നോക്കുക. ഈ ഗ്രാഫ് y ആക്സിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് താഴേക്കും അതുപോലെ മുകളിലേക്കും ഇൻഫിനിറ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇൻഫിനിറ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ y കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ y കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു ഗ്രാഫ് ആയതുകൊണ്ട് y ആക്സിലെ എല്ലാ നമ്പേഴ്സും ഇതിലെ y കോർഡിനേറ്റ്സ് ആയിട്ട് വരും. ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ്സിൻ്റെ y കോർഡിനേറ്റ്സ് ആയിട്ട് വരും. അതായത് y ആക്സിലെ മുഴുവൻ നമ്പേഴ്സും ഇതിൻ്റെ റേഞ്ചിലുണ്ടാവും. y ആക്സിലെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അതായത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ കോഡൊമൈൻ, ഈ രണ്ടാമത്തെ സെറ്റാണ് കോഡൊമൈൻ. കോഡൊമൈനും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ അത് ഓൺ ടു ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്. അപ്പോൾ ഓൺ ടു ആണെന്നുള്ള ചോദ്യത്തിന് നമ്മൾ ആൻസർ ഇങ്ങനെ എഴുതാം. f(x) is on to since range equal to codomain. അത്ര എഴുതിയാൽ മതിയാവും. ഇനി നമുക്കിതിലെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? f(x) = 3x³ + x - 1. അപ്പോൾ നമുക്കിത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ഈ ഫംഗ്ഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. 3x³ + x - 1. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇതാണ് ഗ്രാഫ്. നോക്കുക ഈ ഗ്രാഫ്. ഇനി ഇത് 1:1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നടത്താം. അതായത് എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈൻസൊക്കെ ഗ്രാഫിനെ ഒരേ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നുള്ളൂ എന്ന് നോക്കുക. എക്സ് ആക്സിന് പാരലായിട്ടുള്ള എല്ലാ ലൈൻസും നമ്മൾ ഈ ഒരു പോർഷൻ ചെക്ക് ചെയ്താൽ മതി. കൂടുതൽ മുകളിലോട്ടും താഴോട്ടൊന്നും നോക്കണ്ട. എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈൻസ് ഗ്രാഫിനെ ഒരേ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത് 1:1 ആണ്. അപ്പോൾ കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റിനും ഒരേ ഒരു പ്രീ ഇമേജേ ഉണ്ടാവുള്ളൂ. ഇനി ഇത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ റേഞ്ച് നോക്കുക. ഇത് മുകളിലേക്കും താഴേക്കും ഇൻഫിനിറ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ y ആക്സിലെ മുഴുവൻ നമ്പേഴ്സും ഉണ്ടാവും. അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്.
കോഡൊമൈനും ഇവിടെയും കോഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ചും കോഡൊമൈനും സെയിം ആയതുകൊണ്ട് ഇത് ഓൺ ടു ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് 1 1 സിൻസ് എവരി എലമെൻറ്റ് ഇൻ കോഡൊമൈൻ ഹാസ് 1 and only 1 pre-image. Also എഫ് ഓഫ് എക്സ് ഈസ് ഓൺ ടു സിൻസ് കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 + 3x - x³. 1 + 3x - x³. ദെൻ ഇതാണ് ഫംഗ്ഷൻ. നോക്കുക, ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റിൽ ഇപ്പോൾ നമുക്ക് ഈ 1ൽ കൂടി കടന്നു പോകുന്ന ഈ ലൈൻ ഒന്ന് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു ലൈൻ നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു ലൈൻ ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 1 ആവില്ല. ഈ 1ൽ കൂടി കടന്നു പോകുന്ന ഈ ലൈൻ നോക്കുക, ഇത് ഗ്രാഫിനെ 3 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഈ 3 പോയിന്റിലെയും y കോർഡിനേറ്റ് 1 ആയിരിക്കും. അതേസമയം x കോർഡിനേറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 അല്ലല്ലോ. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് 1 1 സിൻസ് ദി നമ്പർ 1 ഇൻ കോഡൊമൈൻ ഹാസ് മോർ ദാൻ 1 പ്രീ ഇമേജ്. ഓർക്കുക, ഇവിടുത്തെ പ്രീ ഇമേജ്, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ, ഇവിടെ എക്സ് കോർഡിനേറ്റ് 0, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഒരു നെഗറ്റീവ് നമ്പർ. 3 വ്യത്യസ്തമായ എക്സ് കോർഡിനേറ്റ് കിട്ടും. അതായത് 1 എന്ന നമ്പറിന് 3 വ്യത്യസ്തമായ പ്രീ ഇമേജുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഇത് 1 1 അല്ല. ഇനി ഓൺ ടു ആണോ? ഗ്രാഫ് ഇൻഫിനിറ്റ് ആയിട്ട് മുകളിലേക്കും താഴേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് റേഞ്ചും കോഡൊമൈനും സെയിം ആയതുകൊണ്ട് ഇത് ഓൺ ടു ആണ്. അപ്പോൾ ആൻസർ നമുക്ക് ഇത്ര എഴുതണം. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് 1 1 സിൻസ് ദി നമ്പർ 1 ഇൻ കോഡൊമൈൻ ഹാസ് മോർ ദാൻ 1 പ്രീ ഇമേജ്. എഫ് ഓഫ് എക്സ് ഈസ് ഓൺ ടു സിൻസ് റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ. 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഒബ്സർവ് ദി ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ വരികയാണ്. x² - 2x - 2 ഡിലീറ്റ് ചെയ്യുന്നു. x² - 2x - 2. ദെൻ ഇതാണ് ഗ്രാഫ്. ഗ്രാഫ് വരച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഒബ്സർവ് ദി ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. അപ്പോൾ ഇത് ഗ്രാഫ്, ഇതിൻ്റെ ഏറ്റവും താഴത്തെ പോയിന്റ് ഇതാണ്. അപ്പോൾ നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ y കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതിലെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പോയിൻ്റ് എടുക്കുക. ഈ പോയിൻ്റ് y കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നേരെ y ആക്സിലുള്ള വാല്യൂ ആണ്. അത് എത്രയാണ്? -2. ഈ പോയിൻ്റ് y കോർഡിനേറ്റ് -2 ആണ്. അപ്പോൾ ഈ പോയിൻ്റെയോ അത് -1 ആയിരിക്കും. ഇവിടെ ഈ പോയിൻ്റെയോ 0 ആയിരിക്കും. അങ്ങനെ അപ്പോൾ നോക്കുക, ഇതിന് വലത്തോട്ടുള്ള ഈ ഭാഗത്തെ പോയിൻറ്റ്സിൻ്റെ എല്ലാം y കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലേഴ്സ് വരച്ചാൽ അത് y ആക്സിലെ ഏത് വാല്യൂവിലാണോ മീറ്റ് ചെയ്യുന്നത് ആ വാല്യൂസ് ആയിരിക്കും. അതായത് -3 മുതൽ മുകളിലോട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഈ ഭാഗത്തെ പോയിൻറ്റ്സിൻ്റെ എല്ലാം y കോർഡിനേറ്റ്സ്. ഇനി ഇവിടുത്തെ പോയിൻറ്റ്സിൻ്റെ y കോർഡിനേറ്റ്സോ അതും ഇവിടുന്ന് y ആക്സിലേക്ക് പെർപെൻഡിക്കുലേഴ്സ് വരച്ചു കഴിഞ്ഞാൽ y ആക്സിൽ വന്ന് മീറ്റ് ചെയ്യുന്ന ഈ -3 മുതൽ മുകളിലേക്കുള്ള വാല്യൂസ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ y കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -3 മുതൽ മുകളിലേക്കുള്ള നമ്പേഴ്സ് ആയിരിക്കും. y ആക്സിലെ -3 മുതൽ മുകളിലേക്കുള്ള നമ്പേഴ്സ്. ഈ y കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ് റേഞ്ച്. അപ്പോൾ -3 മുതൽ +∞ വരെയുള്ള നമ്പേഴ്സാണ് ഇതിൻ്റെ റേഞ്ചിലുണ്ടാവുക. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ -3 ഇൻഫിനിറ്റി ആയിരിക്കും. ഓർക്കുക, റേഞ്ച് എന്ന് പറയുന്നത് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ -3 ഇൻഫിനിറ്റി. ബി പാർട്ട് നോക്കുക. റീഡിഫൈൻ ദി ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് എ ബൈജക്ഷൻ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഇൻ ദി റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. Example for the input command: if the restricted domain of f of x is 3 infinity, give the input command f, x greater than or equal to 3. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെ ഒരു ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ 1 1 on 2 ഫംഗ്ഷൻ ആക്കാവുന്ന രീതിയിൽ അതിൻ്റെ ഡൊമൈനും കോഡൊമൈനും റീഡിഫൈൻ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഡൊമൈനും കോഡൊമൈനും റീഡിഫൈൻ ചെയ്ത് ഇതിനെ 1 1 on 2 ആക്കാം എന്ന് നോക്കാം. നിലവിൽ ഈ ഫംഗ്ഷൻ 1 1 അല്ല. കാരണം എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈൻസ് ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്. 1 1 ആക്കണമെങ്കിൽ
ഇതിനെ എക്സൈസിന് പാരലായിട്ടുള്ള എല്ലാ ലൈനും ഈ ഗ്രാഫിനെ ഒരേ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നോക്കുക, ഇത് ടേൺ ചെയ്ത് വരുന്നത്, ഗ്രാഫ് വളഞ്ഞ് തിരിഞ്ഞു പോകുന്നത് ഇവിടെ വെച്ചാണ്. അതിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ നോക്കുക 1. ഇതിന് ഇടതുവശത്തുള്ള പോർഷൻ മാത്രം എടുത്താൽ അത് 1 1 ആണ്. അവിടെയൊക്കെ ഗ്രാഫിനെ ഒരേ ഒരു പോയിന്റിലെ എക്സൈസിന് പാരലായിട്ടുള്ള ലൈൻ ടച്ച് ചെയ്യുള്ളൂ. അതുപോലെ ഈ 1ന് വലത്തോട്ടുള്ള പോർഷൻ, ഈ ഭാഗം ഇതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും എക്സൈസിന് പാരലായിട്ടുള്ള ലൈൻസ് ഗ്രാഫിനെ ഒരേ ഒരു പോയിന്റിലെ ടച്ച് ചെയ്യുള്ളൂ. നമുക്ക് തൽക്കാലം ഈ 1ന് വലത്തോട്ടുള്ള പോർഷൻ എടുക്കാം. അപ്പോൾ ആ പോർഷൻ മാത്രം വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡൊമൈൻ എവിടം തൊട്ടാക്കണം? ഈ 1 മുതൽ +∞ വരെയുള്ള പോർഷൻ ആക്കണം ഡൊമൈൻ. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 ∞ ആക്കണം. ഇനി ഓൺ ടു ആക്കാനായിട്ട് ചെയ്യേണ്ടത്, നിലവിൽ ഇതിൻ്റെ കോഡൊമൈൻ എന്താണെന്ന് നോക്കുക. കോഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ ഇത് ഓൺ ടു ആവും. റേഞ്ച് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. റേഞ്ച് -3 ∞ എന്നുള്ള ഇൻ്റർവെല്ലാണ്. അപ്പോൾ കോഡൊമൈനായിട്ടും നമ്മൾ അത് തന്നെ എടുക്കുക, -3 ∞. അപ്പോൾ എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ, ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 ∞ ടു ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ -3 ∞. അങ്ങനെ ആക്കുകയാണെങ്കിൽ ഇത് 1 1 ഓൺ 2 ആവും. അപ്പോൾ ഓർക്കുക, എഫ് ഫ്രം ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 ∞ ടു ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ -3 ∞. അപ്പോൾ നമുക്ക് ഈ പോർഷൻ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ ഡൊമൈൻ എടുത്തത് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 ∞ ആണ്, 1 ∞. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി, എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ മതി. എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ ഇവിടെ ജി എന്ന പേരിൽ ആ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ എഫ് അങ്ങ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇപ്പോൾ നോക്കുക, ഇത് 1 1 ആണ്. എക്സൈസിന് പാരലായിട്ടുള്ള എല്ലാ ലൈൻസും ഗ്രാഫിനെ ഒരേ ഒരു പോയിന്റിലേ ടച്ച് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഓൺ 2 ആണ്. കാരണം നമ്മൾ റീഡിഫൈൻ ചെയ്ത്, കോഡൊമൈൻ റീഡിഫൈൻ ചെയ്തേക്കുന്നത് -3 മുതൽ ∞ വരെയാണ്. അപ്പോൾ -3 ∞ ആണ് ഇതിൻ്റെ റേഞ്ചും. അപ്പോൾ ഇത് 1 1 ഓൺ 2 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഓപ്ഷൻ നോക്കുക, x² - 4x + 5. അപ്പോൾ നിലവിലുള്ള ഫംഗ്ഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കിത് വരയ്ക്കാം. x² - 4x + 5. ദെൻ കണ്ടു, ഇത് തന്നെയാണ് ഗ്രാഫ്. ഇനി ഇതിൻ്റെ റേഞ്ച് എടുക്കണം. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നോക്കുക, ഇതിന് ഏറ്റവും താഴത്തെ പോയിൻ്റ് ഇതാണ്. അതിന് നേരെയുള്ള y ആക്സിലെ വാല്യൂ 1. അപ്പോൾ ഇതിന് മുകളിലോട്ടേ ഗ്രാഫ് ഉള്ളൂ. ദാറ്റ് മീൻസ് y ആക്സിലെ 1ന് മുകളിലോട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ y കോർഡിനേറ്റ്സ് ആയിട്ട് വരിക. അപ്പോൾ 1 മുതൽ +∞ വരെ ആയിരിക്കും ഇതിൻ്റെ നിലവിലുള്ള റേഞ്ച്. 1 മുതൽ +∞. അപ്പോൾ റേഞ്ച് ഈക്വൽ ടു ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 ∞ ആണ് ഇതിൻ്റെ റേഞ്ച്. ഇനി ഇതിനെ നമുക്ക് റീഡിഫൈൻ ചെയ്ത്, ഡൊമൈനും കോഡൊമൈനും റീഡിഫൈൻ ചെയ്ത് ബൈജക്ഷൻ ആക്കണം. അതായത് 1 1 ഓൺ 2 ഫംഗ്ഷൻ ആക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് 1 1 ആണോ? നിലവിൽ അല്ല. എക്സാക്സിന് പാരലായിട്ടുള്ള ലൈൻസ് ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1 1 അല്ല. അപ്പോൾ 1 1 ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നോക്കുക, ഇത് ഏറ്റവും താഴത്തെ പോയിന്റും ഇത് ടേൺ ചെയ്യുന്ന ഗ്രാഫ് ടേൺ ചെയ്ത് വരുന്ന ഈ ഒരു പോയിന്റിൽ വെച്ചാണ്. ഇതിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ എടുക്കുക 2. ഈ 2വിന് വലത്തോട്ടുള്ള പോർഷൻ മാത്രം ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അത് 1 1 ആയിരിക്കും. എക്സൈസിന് പാരലായിട്ടുള്ള ലൈൻസ് എല്ലാം ഗ്രാഫിനെ ഒരേ ഒരു പോയിന്റിലേ ടച്ച് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഡൊമൈൻ എടുക്കേണ്ടത് 2 മുതൽ +∞ വരെയാണ്. ഡൊമൈൻ എന്തെടുക്കണം? 2 മുതൽ +∞ വരെ. അതായത് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 2 ∞ ആയിരിക്കണം ഡൊമൈൻ. ഇനി കോഡൊമൈൻ ഈ ക്വസ്റ്റ്യനിലും 6 തന്നെയാണ്. ഓൺ 2 ആക്കാനായിട്ട് റേഞ്ചും കോഡൊമൈനും ഈക്വലായിട്ട് എടുത്താൽ മതി. റേഞ്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു, 1 ∞ ആണ്. അപ്പോൾ കോഡൊമൈനും ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 ∞ എന്ന് എടുക്കുക. അപ്പോൾ എഫ് ഫ്രം ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 2 ∞ ടു ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 ∞ എടുത്തു കഴിഞ്ഞാൽ ഇത് 1 1 ഓൺ 2 ഫംഗ്ഷൻ ആവും, ബൈജക്ഷൻ ആവും. അപ്പോൾ നമുക്കിത് വരയ്ക്കാനായിട്ട്
എഫ് കോമ അതിൻ്റെ ഡൊമൈൻ നമ്മളെടുത്ത് 2 മുതൽ +∞ വരെയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നെടുത്താൽ മതി. എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്നിട്ട് എൻ്റർ കൊടുക്കുക. ദെൻ നീല നിറത്തിൽ ജി ഓഫ് എക്സ് എന്നുള്ള ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇത് 1 1 on 2 ഫംഗ്ഷനാണ്, അല്ലെ ബൈജക്ഷനാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ഓപ്ഷൻ ചെയ്യാം. നമുക്ക് തൽക്കാലം ചെയ്യുന്നില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കൺസിഡർ ഓൺലി 1 question ഹാവിങ് ടിക്ക് മാർക്ക് 3 sin 2x 2 sin 2x 3 cos 2x. ഓപ്പൺ ഐ GeoGebra window and make an initial settings as follows. Right clicks on the graphics view, graphics, x-axis, distance, enter pi/4. അപ്പോൾ x-axisലെ ഡിസ്റ്റൻസ് pi/4 ആയിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നിലവിലുള്ള ഇതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ഇവിടെ ഗ്രാഫിക്സ് വ്യൂവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഗ്രാഫിക്സ് എന്ന ടൈറ്റിൽ വരുന്നത് ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും താഴെയുള്ള ഗ്രാഫിക്സിൽ ചെല്ലുക. എന്നിട്ട് ഇവിടെ എക്സൈസിലെ ഡിസ്റ്റൻസ് എന്നുള്ള പാർട്ട് എടുക്കുക. അതിന് ഇടതുവശത്തുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. വലത് സൈഡിലെ ആരോയിലൊന്ന് നോക്കുക. ഇവിടെ pi/4 ആണ് നമുക്ക് കൊടുക്കേണ്ടത്. pi/2 വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ pi/4 എന്ന് എൻ്റർ കൊടുക്കുക. pi/4 എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. നോക്കുക, എക്സൈസിലെ മാർക്കിങ്സ് എല്ലാം യൂണിറ്റ് ഡിസ്റ്റൻസ് pi/4 ആയിട്ട് മാറിയിട്ടുണ്ട്. നോക്കുക, എക്സൈസിൽ pi/4 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റിൻ്റെ ബാക്കി നോക്കാം. ഇനിഷ്യൽ സെറ്റിങ്സ് നമ്മൾ കഴിഞ്ഞു. ഡ്രോ ദി ഗ്രാഫ് ഓഫ് എബോവ് ഫംഗ്ഷൻ, ഒബ്സർവ് ദി ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ എടുക്കാം, 3 sin 2x. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ച് അതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണം. 3 sin 2x. നോക്കുക, ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് നോക്കണം. റേഞ്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ y കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ ഈ ഗ്രാഫിലെ ഉയർന്ന പോയിൻറ്റ്സ് നോക്കുക. ഉയർന്ന പോയിൻറ്റ്സ് ഒരുപാടുണ്ട്. ഇതിനെല്ലാം നേരെയുള്ള y ആക്സിലെ വാല്യൂ 3 ആണ്. അതുപോലെ ഏറ്റവും താഴ്ന്ന പോയിൻറ്റ്സ്, ഈ താഴ്ന്ന പോയിൻറ്റ്സിന് നേരെയുള്ള y ആക്സിലെ വാല്യൂ -3. അതിനിടയ്ക്ക് ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ -3 മുതൽ 3 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ y കോർഡിനേറ്റ്സ് ആയിട്ട് വരിക. ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ y കോർഡിനേറ്റ്സ് ആയിട്ട് വരിക. അല്ലെങ്കിൽ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -3 3 ആണ്. റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -3 3. ഇപ്പോൾ റേഞ്ച് കിട്ടി. ഇനി എന്താണ്? റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് എ ബൈജക്ഷൻ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഇൻ ദി റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. അപ്പോൾ ഇതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യണം, ഇത് ബൈജക്ഷൻ ആക്കാനായിട്ട്. നോക്കുക, നിലവിലിത് ബൈജക്ഷൻ അല്ല. എക്സൈസിന് പാരലായിട്ടുള്ള ലൈൻസൊക്കെ ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 1 1 ഫംഗ്ഷൻ അല്ല. 1 1 ആക്കാനായിട്ട് നമുക്ക് ഇതിനെ ഡൊമൈൻ എവിടം തൊട്ട് എടുക്കണമെന്ന് നോക്കുക. നമ്മൾ ഈ ഒരു പോർഷൻ തൊട്ട് ഈ ഒരു പോയിൻ്റ് തൊട്ട് ഈ ഒരു പോയിൻ്റ് വരെ എടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ ഗ്രാഫിനെ ഒരേ ഒരു പോയിന്റിൽ എക്സൈസിന് പാരലായിട്ടുള്ള ലൈൻസ് ടച്ച് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ നോക്കുക. എക്സൈസിലെ വാല്യൂ -pi/4. ഇവിടെ ഇതിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ എത്രയാണ്? pi/4. അപ്പോൾ -pi/4 തൊട്ട് pi/4 വരെ മാത്രം ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ ഈ ഗ്രാഫ് ഒരേ ഒരു തവണയെ ഗ്രാഫിലെ എക്സൈസിന് പാരലായിട്ടുള്ള ലൈൻസ് ടച്ച് ചെയ്യുള്ളൂ. അപ്പോൾ അത് 1 1 ആയിക്കോളും. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? -pi/4 തൊട്ട് pi/4. ഇനി അതല്ലെങ്കിൽ pi/4 തൊട്ട് 3pi/4 വരെയുള്ള പോർഷൻ എടുത്തു കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ഒരു ഇൻ്റർവെല്ലാണ് പറഞ്ഞത് -pi/4. ഈ ഒരു ടേണിങ് തൊട്ട് അടുത്ത ടേണിങ് വരെയുള്ള പോർഷൻ മാത്രം. അത് കിട്ടാനായിട്ട് ആ ടേണിങ്സിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ നോക്കുക. ഇത് -pi/4. ഇവിടെ ഈ വളഞ്ഞു വരുന്നതിന് നേരെയുള്ള വാല്യൂ pi/4. അപ്പോൾ -pi/4 തൊട്ട് pi/4 വരെയുള്ള വാല്യൂസ് എടുത്താൽ മതി. അപ്പോൾ ഡൊമൈനായിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ -pi/4 pi/4 എടുക്കുക. ഇനി റേഞ്ച് എത്രയാണ്? റേഞ്ച് -3 3 ആണെന്ന് കണ്ടു. അപ്പോൾ കോഡൊമൈനായിട്ട് -3 3 എന്നെടുത്തു കഴിഞ്ഞാൽ on 2 ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ -pi/4 pi/4 ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -3 3. അങ്ങനെയാണെങ്കിൽ ഇത് 1 1 on 2 ഫംഗ്ഷൻ ആവും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ബൈജക്ഷനായി ദെൻ ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഇൻ ദി റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഡൊമൈനിൽ ഗ്രാഫ് വരയ്ക്കണം. അതിന് ഇത്രയും ചെയ്താൽ മതി.
എഫ് കോമ നമ്മൾ -π/4 തൊട്ട് π/4 വരെയുള്ള പോർഷനാണ് എടുക്കുന്നത്. അപ്പോൾ -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4 ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ ജി എന്ന പേരിൽ ഗ്രാഫ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ എഫ് അങ്ങ് ഹൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ നോക്കുക, ഇത് 1 1 ആണ്. നമ്മൾ കോഡമൈൻ -3 എന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇത് ഓൺ 2 ആണ്. അപ്പോൾ നമ്മളിവിടെ ഡൊമൈനായിട്ട് എടുക്കേണ്ട ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/4 π/4, കോഡമൈൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -3 3. ഇനി ഇതിലെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാൻ വേണമെങ്കിൽ 2 sin 2x 2 sin 2x എടുക്കാനായിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. 2 sin 2x നോക്കുക, ഇതാണ് ഗ്രാഫ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നോക്കുക, y ആക്സിലെ -2നും 2നും ഇടയ്ക്കാണ് ഈ ഗ്രാഫ് കിടക്കുന്നത്. അപ്പോൾ -2 മുതൽ 2 വരെയാണ് ഇതിൻ്റെ റേഞ്ച്. ക്ലോസ്ഡ് ഇൻ്റർവൽ -2 2 ആണ് ഇതിൻ്റെ റേഞ്ച്. ഇനി ഇതിനെ 1 1 on 2 ആക്കാനായിട്ട് നോക്കുക, 2 ടേണിങ്ങിനിടയിലുള്ള പോർഷൻ എടുത്താൽ മതി. ഒന്ന് ഇവിടെ ടേൺ ചെയ്യുന്നു, അടുത്ത ഇവിടെ ടേൺ ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയിലുള്ള പോർഷൻ, അപ്പോൾ ഈ പോയിൻറ്റ് നേരെയുള്ള എക്സൈസിലെ വാല്യൂ -π/4, ഇതിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ π/4. അപ്പോൾ ഡൊമൈനായിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/4 π/4 എടുക്കുക, കോഡൊമൈനായിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ -2 2. അങ്ങനെയാണെങ്കിൽ ഇത് 1 1 on 2 ഫംഗ്ഷൻ ആവും. നമുക്ക് വരയ്ക്കാനായിട്ട് എഫ് കോമ -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4 എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ നോക്കുക, ഇപ്പോഴിത് 1 1 on 2 ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ബൈജക്ഷനാണ്. ഇനി നമുക്ക് അതിൻ്റെ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. അത് കോസിലുള്ളതാണ്. 3 cos 2x ഡിലീറ്റ് ചെയ്യുന്നു. 3 cos 2x ദെൻ നോക്കുക, ഇവിടെ റേഞ്ച് -3ക്കും 3ക്കും ഇടയിലാണ് ഗ്രാഫ് ഉള്ളത്. അപ്പോൾ -3 മുതൽ 3 വരെ ക്ലോസ്ഡ് ഇൻ്റർവൽ -3 3 ആണ് ഇതിൻ്റെ റേഞ്ച്. ഇനി ഇതിനെ 1 1 on 2 ആക്കാനായിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു ടേണിങ് ഇവിടെയും അടുത്ത ടേണിങ് ഇവിടെയും വരുന്നുണ്ട്. ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ 0, ഇതിന് നേരെയുള്ള എക്സൈസിലെ വാല്യൂ π/2. അപ്പോൾ 0 മുതൽ π/2 വരെയുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇത് 1 1 ആയിരിക്കും. എക്സൈസിന് പാരലായിട്ടുള്ള ലൈൻസ് ഗ്രാഫിനെ ഒരേ ഒരു പോയിന്റിലേ അപ്പോൾ ടച്ച് ചെയ്യുള്ളൂ. അപ്പോൾ 1 1 ആവും. അപ്പോൾ ഡൊമൈനായിട്ട് 0 π/2 എടുക്കുക, ക്ലോസ്ഡ് ഇൻ്റർവൽ 0 π/2. റേഞ്ച് ആയിട്ടോ, റേഞ്ച് കോഡൊമൈനായിട്ട് നമുക്ക് റേഞ്ച് എടുക്കണം. റേഞ്ച് എത്രയാണ്? -3 3. അപ്പോൾ ഡൊമൈൻ 0 π/2, കോഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -3 3. അങ്ങനെ എടുത്താൽ ഇത് 1 1 on 2 ഫംഗ്ഷൻ ആവും, അല്ലെ ബൈജക്ഷൻ ആവും. ഇനി നമുക്ക് അത് വരയ്ക്കാനായിട്ട് എഫ് കോമ ഇവിടെ 0 ആണ് ഓർക്കുക, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇത് നോക്കുക, ഇപ്പോൾ ഇത് 1 1 on 2 ഫംഗ്ഷനാണ്. എക്സൈസിന് പാരലായിട്ടുള്ള ലൈൻസ് എല്ലാം ഇതിനെ ഒരേ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നുള്ളത് കൊണ്ട് 1 1 ആണ്. കോഡൊമൈനായിട്ട് നമ്മളെടുത്ത് ക്ലോസ്ഡ് ഇൻ്റർവൽ -3 3 ആണ്, അതുകൊണ്ട് on 2 ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ലാബ് 18 നിന്നുണ്ടായിരുന്നത്.